24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വീണ്ടും അട്ടിമറി. റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പരാതി ആരോപണവിധേയനായ DMOയെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചത്. സഹപ്രവർത്തകരെ ന്യായീകരിക്കുന്ന DMO M വെങ്കടേശ്വരൻ്റെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് 24 ലഭിച്ചു. അതായത് സംസ്ഥാനത്തെ ഒരു പോലീസ് സംവിധാനം ഈ മാധ്യമപ്രവർത്തകനെതിരെ അതിനിർദ്ദയമായ രീതിയിലാണ് പെരുമാറിയതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും നമ്മളെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു കേസ് മുഖ്യമന്ത്രിക്ക് ഒരു അമ്മ നേരിട്ട് കൊടുത്ത പരാതി M വെങ്കടേശ്വരനെ പോലെ ഒരാളിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായി റിപ്പോർട്ട് തേടുകയും ചെയ്തത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തുകയാണ്. ഒരു കുറ്റവാളിക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ ആ പരാതി അന്വേഷിക്കുന്നതാകട്ടെ കുറ്റവാളി. അത്തരത്തിൽ വിചിത്രമായ ഒരു നടപടിയാണ് മുഖ്യമന്ത്രിക്ക് റൂബിൻ ലാലിന്റെ അമ്മ നൽകിയ പരാതിയിലും ഉണ്ടായിരിക്കുന്നത്. റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ നീതി തേടി അവസാന ആശ്രയമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്ക് അമ്മ രജനി മണിലാൽ പരാതി നൽകിയത്. എന്നാൽ പരാതി അന്വേഷിച്ചതാകട്ടെ കേസിലെ ആരോപണ വിധേയനായ ചാലക്കുടി DFO M വെങ്കടേശ്വരൻ. പരാതിയിൽ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും DFO ക്ലീൻ ചിറ്റ് നൽകി. റോഡിൽ വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപന്നി ഉൾവനത്തിലായിരുന്നുവെന്നും അവിടെ നിന്ന് ദൃശ്യങ്ങൾ ശേഖരിച്ചതിനാണ് റൂബിനെതിരെ നടപടിയെടുത്തതെന്നും M വെങ്കടേശ്വരന്റെ വിചിത്ര റിപ്പോർട്ട്. റൂബിനെ നേരത്തെയും കള്ളക്കേസിൽ കുടുക്കാൻ വനം വകുപ്പ് ശ്രമിച്ചിരുന്നു. ഇത് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ 24 പുറത്തുവിട്ടതോടെ കേസിൽ പോലീസ് പുനരന്വേഷണം പ്രഖ്യാപിച്ചു. അതിനിടെ പുനരന്വേഷണം മറച്ചുവെച്ച് റൂബിന്റെ ക്രിമിനൽ പശ്ചാത്തലമായി പഴയ കേസ് റിപ്പോർട്ടിൽ DFO അവതരിപ്പിക്കുകയും ചെയ്തു. നീതി തേടി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരാതി ഒടുവിൽ ഉദ്യോഗസ്ഥ ഒത്തുകളിയിൽ പൂർണ്ണമായും തള്ളി. നീതി നൽകേണ്ടവർ അനീതി നടപ്പാക്കിയതോടെയാണ് അവസാന ആശ്രയമെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അവിടെയും നീതി നിഷേധിക്കപ്പെട്ടതോടെ ഇനി എവിടെ നീതിയെന്നാണ് റൂബിന്റെ കുടുംബം ചോദിക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. എന്തായാലും ഈ M വെങ്കടേശ്വരനെ ഈ കാര്യം അന്വേഷിക്കാൻ ഏൽപ്പിച്ച ഒരു മേലുദ്യോഗസ്ഥൻ ഉണ്ടാകില്ല. ആ മേലുദ്യോഗസ്ഥൻ അറിയാൻ വേണ്ടി ഇദ്ദേഹത്തെക്കുറിച്ച് കൂടി ഞങ്ങൾ ചില വിശദാംശങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാം. അപ്പോഴറിയാം ഈ ഏതെങ്കിലും ഒരു പ്രതിയെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചാൽ എന്ത് ദുരന്തമുണ്ടാകും എന്ന കാര്യം. ഒരു മാധ്യമപ്രവർത്തകനോട് ഇത്രയും അനീതി കാണിക്കാൻ ഇവർക്കൊക്കെ ആരാണ് ധൈര്യം കൊടുത്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയെ കൂടി പരിഹസിക്കുന്ന നടപടിയായി പോയി വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ കർക്കശമായ നടപടിയെടുക്കാൻ തീരുമാനിച്ച് IG നോർത്ത് സോൺ വിവരങ്ങൾ കൈമാറുകയാണ് ചെയ്തത്. പിന്നീട് അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതിയെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടും താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയെ കളിയാക്കുന്ന രീതിയിലുള്ള സംഭവമാണ്. അന്വേഷിക്കാൻ ഒരു പ്രതിയെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് ഈ നാട്ടിൽ നടക്കുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.